നമസ്കാരം. ടീച്ചറെ, ഞങ്ങൾ പിന്നെ സ്കൂളിൻ്റെ ഒരു മാഗസീൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഓർമ്മക്കൂട്ടുകാർക്ക് നമ്മൾ പഴയകാല അധ്യാപകരുടെയൊക്കെ ഒരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലൊരു അഭിമുഖ പരിപാടി നടത്താനാണ് നമ്മൾ ഒന്നിച്ചിരുന്നൊരു സംസാരം. പഴയ ടീച്ചറുടെ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കുക എന്നുള്ള രീതിയിൽ ടീച്ചർക്ക് അഭിമുഖ പരിപാടിയിലേക്ക് സ്വാഗതം. സന്തോഷം. ഞാൻ 1981 ജൂൺ 1 നമ്മുടെ സ്കൂളിൽ ഒന്ന് ജോയിൻ ചെയ്യും. അന്ന് നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ വലിയ ആശങ്കയോടുകൂടിയാണ് ഞങ്ങളൊക്കെ വരണത്, വീട്ടിൽ നിന്ന് വിടണതൊക്കെ. എൻ്റെ ജോലിയുടെ ഒരു താല്പര്യം കൊണ്ട്, നിർബന്ധം കൊണ്ട് അപ്പച്ചൻ എന്നെ കൊണ്ടാക്കിയത് ഈ നാട്ടിലേക്ക്. ഇവിടെ വന്ന് പിന്നെ അബ്ദുവാജിയുടെ വീട്ടിലാണ് ആദ്യം ഒരാഴ്ച ഞാൻ താമസിച്ചത്. ആചാര്യ എൻ്റെ സ്വന്തം അപ്പച്ചനെ പോലെയാണ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പച്ചനെ ആചാര്യ സംസാരിച്ചപ്പോൾ തന്നെ ഒരു സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ മനുഷ്യരെ കാണുമ്പോൾ അറിയാലോ. അങ്ങനെ അവിടെ ഒരാഴ്ച താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അപ്പച്ചൻ നാട്ടിൽ പോയിട്ട് പിന്നെ അപ്പോൾ ഇവിടെ വേറെ എവിടെയെങ്കിലും അപ്പോഴാണ് തോമസ് ചേട്ടൻ്റെ വീട് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. തോമസ് ചേട്ടൻ്റെ വീട്ടിൽ പിന്നെ ഞാൻ 2 വർഷം താമസിച്ചു. അവിടെ താമസിച്ചിട്ടാണ് പിന്നെ അത് എൻ്റെ ഒരു സ്വന്തം വീട് പോലെ. അപ്പോൾ ഈ നാടിനോടുള്ള എൻ്റെ ആ ഒരു പേടിയും ഭയം എല്ലാം പോയി. അങ്ങനെ സന്തോഷമായിട്ട് ഇരുന്നപ്പോഴാണ് പിന്നെ ആചാരാണ് ഞങ്ങൾക്കൊരു ബലം, സന്തോഷം ഒക്കെ ആയിട്ട് നാടുമായിട്ട് അങ്ങനെ ഏർപ്പെടും. പക്ഷെ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ അന്നത്തെ ഞങ്ങളെ പേടിച്ച പോലെ ഒന്നുമില്ല. വളരെ സന്തോഷമായിട്ട് നല്ല മനുഷ്യരെ എല്ലാവരും വളരെ സ്നേഹമായിട്ട് പെരുമാറി. ആരുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം, ഇന്നത്തെ കാലത്തെ പോലെ ഒരു പേടിയില്ല. അന്ന് അമ്പഴപ്പറമ്പിൽ നിന്ന് അങ്ങനെ ദിവസവും സ്കൂളിലേക്ക് നടന്ന് പോകുമ്പോൾ ഒരു പേടിയില്ലായിരുന്നു. അത്ര സന്തോഷമായിട്ട് അങ്ങനെ കഴിഞ്ഞു. ഇപ്പോഴത്തെ പോലെയല്ല, ഇപ്പോൾ കുട്ടികളെ പോലും നടത്താൻ പേടിയില്ലേ. പക്ഷെ അന്ന് ഞങ്ങൾ അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഈ നാടുമായിട്ടാണെങ്കിൽ ചേർന്ന് നല്ല മനുഷ്യരെ, അയൽവക്കക്കാരും എല്ലാവരും വളരെ സ്നേഹമായിട്ട് പെരുമാറി. അങ്ങനെ അവിടെ 2 വർഷം താമസിച്ച് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അബ്ദുവാജിയുടെ വീടിൻ്റെ പുറകിലുള്ള മരക്കാരാജിയുടെ വീട്ടിൽ 1 വർഷം താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ കടിച്ചിവിടെ സൗകര്യം വന്ന് 85 ഈ വീട് വെച്ച് ഇവിടെ താമസം തുടങ്ങി. 85 ടീച്ചർ ഇവിടെ വരുമ്പോൾ എത്രയായിരുന്നു വയസ്സ് ടീച്ചർ? 21 വയസ്സ്. 21 വയസ്സിൽ ജോലി കിട്ടിയത്, 21ാമത്തെ വയസ്സ്. അങ്ങനെ 35 വർഷം ഏപ്പക്കാട് സ്കൂള് എൻ്റെ സ്വന്തം സ്കൂളായിട്ട്. വരുമ്പോൾ അവിടെ ആരായിരുന്നു? കുറുപ്പ് മാഷ്, ചാമി മാഷ്, മാളി ടീച്ചർ, ജാനകി ടീച്ചർ, ഇവർ 4 പേരും. പിന്നെ മറിയക്കുട്ടി ടീച്ചറുമാണ് ഞാൻ വരുമ്പോൾ ഉള്ളത് ആകെ. അത് കഴിഞ്ഞ് പിന്നെ പുതിയ 4 ഡിവിഷനുണ്ട്. ആദ്യം 4 ഡിവിഷൻ, പിന്നെ 5, 6 ഡിവിഷനാണ് ഞാനും മറിയ ടീച്ചറും. 5ാമത്തെ ഡിവിഷൻ മറിയ ടീച്ചർ, 6ാമത്തെ ഡിവിഷൻ ഞാൻ, 7, 8 പിന്നെ 2 പേരില്ല. പിന്നെ ഗീതയും ഒക്കെ വന്നു. ഗീത വത്സരം. ആദ്യം ഞാൻ 2ാം ക്ലാസ്സിലാണ് ആദ്യം. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ബീന, ജിമ്മി 1ാം ക്ലാസ്സിൽ, ബീന 2ാം ക്ലാസ്സിൽ, പിന്നെ മുജീബ് 1ാം ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട്. മുജീബിനെ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് പിറ്റേ വർഷം. അന്ന് മുജീബ് 1ാം ക്ലാസ്സിൽ. മുജീബ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനവിടെ അവരുടെ മുകളിലത്തെ നിലയിലെ മുറിയിലാണ് അടുത്ത ഒരാഴ്ച കിടന്നത്. അപ്പോൾ അവനെൻ്റെ കയ്യെ തൂങ്ങി എങ്ങനെ നടക്കും ചെറുപ്പത്തിൽ. അന്ന് ഇത്ര സ്ട്രെങ്ത് ഒക്കെ ഉണ്ട് ഒരു ക്ലാസ്സിൽ? അന്ന് എത്ര സ്ട്രെങ്ത് ഉണ്ട്? 96, 90, 80 ഒക്കെ കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. അങ്ങനെയാണ് പിന്നെ ഡിവിഷൻ ഉണ്ടാക്കിയത്. കെട്ടിടം ഇല്ലാഞ്ഞിട്ടാണ് ആദ്യം 4 ഓരോ ക്ലാസ്സിൽ നിറച്ചുകൊണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല? നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭാഷയ്ക്കൊക്കെ ചില വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ പറയണ അവർക്ക് മനസ്സിലാവാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഈ ഭാഷയ്ക്കൊക്കെ നമ്മൾ മനസ്സിലായി വന്നു പെട്ടെന്ന്. കുട്ടികൾ 80, 75, 56, 80, 96 കുട്ടികളെ വരെ ഞാനൊരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വികൃതി കുട്ടികളാവില്ല തോന്നുന്നുണ്ട്. അപ്പൊ അന്നത്തെ രക്ഷിതാക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിലേക്ക് വിട്ടാൽ മതി എന്നാണ് അവർക്ക്. വീട്ടിൽ ഇന്നത്തെ പോലെ 1ഉം 2ഉം കുട്ടികളൊന്നും അല്ലല്ലോ. എല്ലാവരും സ്കൂളിൽ വന്ന് അവര് അങ്ങനെ
ശിക്ഷകളൊക്കെ കൊടുക്കാൻ ശിക്ഷകളും കൊടുത്തിട്ടുണ്ട് കുട്ടികളെ. പക്ഷെ നമ്മുടെ കുട്ടികളെ എങ്ങനെയെങ്കിലും നന്നാക്കണം എന്നായിരുന്നു വിചാരം. എങ്ങനെയെങ്കിലും അവർ പഠിച്ചും മിടുക്കരാവണം. അപ്പൊ അതിന് ചിലപ്പോൾ ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. പഠിക്കണം എന്നുള്ളതാണ്. എൻ്റെ മക്കള് പഠിക്കും പോലെ പഠിക്കണം എന്നുള്ള രക്ഷിതാക്കൾക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കാലം മാറി. പക്ഷെ അന്ന് പിന്നെ വേറൊരു കാര്യം പറയണ്ട, കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ഒഴിഞ്ഞ സ്ലേറ്റാണ്. ഇന്നത്തെ പോലെ അറിവ് അവരുടെ കയ്യിൽ ഇപ്പൊ മൊബൈലും ഒക്കെ അവർക്കറിയാത്ത ഒരു വിവരമില്ല. ഇപ്പൊ മറ്റേ അങ്ങനെയല്ല, അവരുടെ മനസ്സിലേക്ക് നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ കൊടുത്താലും അതവിടെ പതിയും. അങ്ങനെ ഒരു കാലം ബഹുമാനം ഉണ്ടാകും, നല്ല ബഹുമാനം ഉണ്ടാകും, അവർക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു കുട്ടികളോട്. അത് ശിക്ഷിച്ചു കഴിഞ്ഞാല് അവരെ അടുത്ത് വിളിക്കും, സ്നേഹിക്കും. അപ്പൊ അവർക്ക് ഇപ്പോഴും തല്ല് കൂടുതൽ കൊണ്ടിട്ടുള്ള പിള്ളേരാണ് ഇപ്പോഴും കണ്ടാൽ അവർക്ക് കൂടുതൽ സ്നേഹം. കാരണം അവരുടെ ആ തല്ല്, അന്നത്തെ തല്ലുകൊണ്ട് അവർ നന്നായി ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പൊ കാലം മാറി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് അവർക്ക് നമുക്ക് നന്മ അവരുടെ മനസ്സിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പറ്റുമായിരുന്നു. ഇന്ന് അവര് പിന്നെ വേർതിരിച്ച് എടുക്കാനാണ് പ്രയാസം. നന്മ മാത്രം അതിൽ നിന്ന് കണ്ടെത്തി അവരുടെ മനഃശാസ്ത്രം പഠിച്ച് അവർക്കിടെ ഒരു സുഹൃത്തും സ്നേഹിതനും ഒക്കെ ആയിട്ട് മാറുന്ന അധ്യാപകനും അല്ലെങ്കിൽ രക്ഷയും. മനഃശാസ്ത്രം അറിയണം, ഓരോ കുട്ടിയുടെ മനസ്സറിയണം. അവർക്കൊരു സുഹൃത്തായിരിക്കണം, വഴികാട്ടിയായിരിക്കണം, അവരുടെ ജീവിത സാഹചര്യം അറിയണം. വീട്ടിൽ അന്നും ഉണ്ടായിരുന്ന കുസൃതികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരുപാട് തല്ല് കിട്ടുന്ന കുട്ടികളുണ്ടായിരുന്നു. തല്ല് കിട്ടിയാൽ അവരെന്ത് ചെയ്യുമെന്നറിയോ? സ്കൂളിൽ വന്നാൽ മറ്റു കുട്ടികളെ തല്ലും. ഇതിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവനവൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ തല്ലും. അതവൻ തിരിച്ചു വന്നിട്ട് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുക. ഇതിന്റെ കാരണം അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ഇപ്പൊ കല്ല് കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് പിള്ളേരെ തല്ലുക. അപ്പൊ അവനത് അവന്റെ മനസ്സിൽ ഇത് കിടക്കല്ലേ. അപ്പൊ അടുത്തിരിക്കുന്നവനൊക്കെ തരും. ഉപദ്രവിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഇന്നത്തെ അത്ര അക്രമവാസന ഇന്ന് അക്രമവാസന കൂടുതലാ. ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടോ മാറ്റം? അന്നും അവസാനം പഠിപ്പിച്ച സമയത്തും തന്നെ കുറച്ചും കൂടെ വ്യത്യാസം വന്നു തുടങ്ങിയായിരുന്നു. അവസാന കാലഘട്ടത്താണ് ഈ വിദ്യകൾ കൂടി വന്നത്. തമ്മിൽ തല്ലലും ഒക്കെ കൂടിയത് ആ കാലഘട്ടം. ബഹുമാനത്തിലും മാറ്റം വന്നു തുടങ്ങി. ഇന്ന് അവർക്ക് അക്രമങ്ങളൊക്കെ കാണാനുള്ള അവസരങ്ങളുണ്ട്. മൊബൈലൊക്കെ കാണുന്നത് കൊണ്ട് തന്നെയൊക്കെയാണ്. പക്ഷെ അതുകൊണ്ടും നല്ല വശം ഉണ്ടെന്ന് പറഞ്ഞപ്പോ കുട്ടികൾക്ക് അറിവിനൊന്നും എല്ലാം പറ്റുമല്ലോ. അറിവ് കിട്ടാൻ ഏറ്റവും നല്ല മാർഗമാണ് അതിനെ അങ്ങനെ മാത്രം ഉപയോഗിക്കാൻ മാത്രം രക്ഷിതാക്കൾ ശ്രമിക്കണം. പിന്നെ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ അധ്യാപകനൊരു മാതൃകയായിരിക്കും. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും എല്ലാം നമ്മളൊരു റോൾ മോഡലായിരിക്കണം. എന്നാലാണ് കുട്ടികൾക്കൊരു വഴികാട്ടിയായിരിക്കണം, സുഹൃത്തായിരിക്കണം. അതുപോലെ തന്നെ അവരെ മനസ്സിലാക്കണം. അവരെ മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അവർക്ക് അതിനനുസരിച്ച് കൊടുക്കാനും പറ്റും കാര്യം. ടീച്ചർക്ക് ഈ വർഷം സർവീസ് ഉണ്ടല്ലോ. 35 വർഷം ഞാൻ അവരെ പഠിപ്പിച്ചു. എൻ്റെ സ്കൂളായിട്ട് കണ്ട്, എൻ്റെ മക്കളായിട്ട് കണ്ട്. അപ്പൊ ടീച്ചർ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു കാര്യം ഞങ്ങളുടെ അധ്യാപനായ ടീച്ചർ ജീവിതത്തിൽ പകർത്തിയൊരു ജീവിതത്തിൽ പകർത്തിയത് എന്ന് പറഞ്ഞാൽ അധ്യാപനം എന്ന് പറഞ്ഞാൽ അതൊരു വരമാണ്. ഓഫീസ് പോലെയല്ല, ഫയൽ പോലെ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടി ചെയ്യുന്നുണ്ട്. അവനെ നാളത്തെ തലമുറയായിട്ട് വാർത്തെടുക്കാൻ നമുക്ക് പറ്റും. ഓഫീസ് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പിട്ടു അല്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ വേറെ ഒരു അധ്യാപനം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ കാര്യമാണ്. നമ്മളെ എന്നും സ്നേഹിക്കും കുട്ടികൾ. എന്നും ടീച്ചർ എന്നറിയപ്പെടുന്ന വേറെ ഒരു വിഭാഗവും ഇല്ല. ഇപ്പൊ നമ്മുടെ SP ആയിട്ട് റിട്ടയർ ആയാലും അവർ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പേര് വെറും ദാസൻ എന്നായിരിക്കും. ഇപ്പൊ നമ്മുടെ SP റിട്ടയർ ആവണവരെ അവർക്ക് SP പദവിയുള്ളൂ. പക്ഷെ നമ്മൾ മരിക്കണവരെ ടീച്ചർ അറിയപ്പെടും. അതൊരു വലിയ അനുഗ്രഹം. എവിടെ പോയാലും ടീച്ചർ പഠിപ്പിച്ച കുട്ടികളെ കാണാത്ത സ്ഥലം ഉണ്ടാവില്ല. എവിടെ ചെന്നാലും കാണും. കണ്ടാലേ ഒരു സ്നേഹത്തോടെ നമ്മുടെ അടുത്ത് വരിക എന്നുള്ളതാണ്. മക്കളെ അങ്ങനെ ഒരുപാട് ഇപ്പൊ ഓരോ മാഷൊക്കെ തന്നെ ആണെങ്കിലും എത്ര ഇവിടെ ഈ പ്രദേശത്തൊക്കെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട്
മക്കളും മക്കളും ഒക്കെ ആയിട്ടും ഒക്കെ എല്ലാവരും അറിയും. ഇപ്പൊ എവിടെ ഇറങ്ങിയാലും ആരെങ്കിലും ഒരാൾ ദിവസം കാണാതിരിക്കില്ല. ഒന്നൊന്നുമല്ല, അങ്ങനെ പലരെയും പഠിപ്പിച്ചവരായിട്ട് അവർ ഓടി വന്ന് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോഴാണ് നമുക്ക് ആ സ്നേഹം മനസ്സിലാവുക. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. പിന്നെ ഞാൻ എൻ്റെ സർവീസിൽ 100% ആത്മാർത്ഥതയോടെ ഇന്നും അധ്യാപകർക്ക് വേണ്ട ഒറ്റ ഗുണം അതാണ്, ആത്മാർത്ഥത. നമ്മൾ മുറുക്കെ പിടിക്കേണ്ടത് ആത്മാർത്ഥത, സത്യസന്ധത. അതുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ശരിക്കും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഞാൻ എൻ്റെ കുട്ടികളെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പോഴിപ്പോഴും പറയാം എൻ്റെ മക്കളെ, അമ്മ ഒരു ദിവസം പോയി ലീവ് എടുത്തിട്ട് ഞങ്ങൾ ഇരുന്നിട്ടില്ല പരീക്ഷയ്ക്ക്. എൻ്റെ കാശിൻ്റെ 15 എണ്ണത്തിൽ 5 എണ്ണം ഇന്നും ബാക്കിയായിരിക്കും, എല്ലാ വർഷവും ബാക്കിയായിരിക്കും. ലീവ് ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കണം, അവര് തൃപ്തി ഇങ്ങോട്ട് വരണം. നമ്മൾ പഠിപ്പിച്ച കാര്യം ഒരു 90% പേരെങ്കിലും അതിന് നേടിയെന്ന ഒരു ബോധ്യം നമുക്ക് വേണം. അതായിരുന്നു എൻ്റെ സന്തോഷം. ടീച്ചർക്ക് ഇപ്പൊ സർവീസിൽ എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അങ്ങനെ എന്തെങ്കിലും ഓർമ്മയായിട്ട് സർവീസിൽ മറക്കാനാവാത്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഇടയിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. ചില കുട്ടികൾ പിന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പലരും പിടിക്കും, ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഓർമ്മ ഉണ്ട്, ഒരൊറ്റ കുട്ടികൾ അമ്പാടന്മാർ അവരോട് വഴക്ക് പറഞ്ഞപ്പോൾ ഒരു ഇങ്ങനെ ഉരുമ്പിക്കൊണ്ട് വരിക. അമ്പാടനുണ്ടായിരുന്നു. അത് ശരിക്കൊരു വൈകില്ല, ദേഷ്യം കൂടെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവരോടൊക്കെ പറഞ്ഞാൽ അതുപോലെ പാലയംപടിയിൽ നിന്ന് 2 കുട്ടികളൊക്കെ എതിര് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് രക്ഷിതാക്കൾ അതിന് എന്തെങ്കിലും ഒരു പ്രതികരിക്കുമോ? എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമ്മൾ തല്ലിയാലോ, പക്ഷെ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കുട്ടിയെ ഞാൻ തല്ലിയിട്ടില്ല. അപ്പൊ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ അവരോട് പറഞ്ഞാൽ അവരത് നമ്മുടെ ദേഷ്യപ്പെട്ട അത് അവന്റെ സ്വഭാവത്തിന്റെ ഒരു ഇതായിട്ട് വീട്ടിൽ അങ്ങനെ തന്നെ ആവും. ഇപ്പോഴും ഞങ്ങള് കുട്ടികളോട് പറയും, കുട്ടികൾക്കോട് അധ്യാപകരുടെ കുറ്റമൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന രക്ഷിതാക്കളുടെ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ രക്ഷിതാക്കൾക്ക് അതുണ്ടാവും ഒരു പ്രശ്നം. അതൊക്കെ കേട്ടാല് പക്ഷെ അന്നുള്ള രക്ഷിതാക്കൾ നല്ലതായിരുന്നു കേട്ടോ, ഒരുപാട് നല്ല ആൾക്കാരാണ്. അവര് നമ്മളെ കുറ്റം പറയോ അങ്ങനെ ഒന്നും. എനിക്കൊക്കെ മുന്നേക്ക് അതേപോലെ അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് പറയും, കൂടി അങ്ങനെ പറയും. കാരണം തെറ്റ് ചെയ്യാണ്ട് അധ്യാപകർ അടിക്കില്ല. തല്ലിയെന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് അധ്യാപകര് എന്റെ കുട്ടീനെ തല്ലി, എന്റെ മോനോട് പഠിച്ചിട്ടുണ്ട് 4ാം ക്ലാസ്. അവനെ ഞാൻ തല്ലിന മറ്റവരെ തല്ലിന കൂടുതൽ ഇവരെ തല്ലി. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രക്ഷിതാക്കൾക്ക് 1-2 കുട്ടികളായതുകൊണ്ട് അവർക്ക് ആ ഒരു ശിക്ഷനെ കുഴപ്പമൊക്കെ നമ്മൾ നമ്മുടെ അമിതമായ ഒരാളിനെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം. അവരൊന്നും ചെയ്യാതെ പഠനത്തിൽ മത്സരബുദ്ധി ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ആരോഗ്യകരമായ മത്സരമാണ് അന്നൊക്കെ നടക്കുക. ഇന്നത്തെ പോലെ അവന് മാർക്ക് കിട്ടി അവന് പോയി കുത്തോതില്ല, ആ പരിപാടിയൊന്നും ഒന്നും ചെയ്യില്ല. ആരോഗ്യകരമായ മത്സരം, നമ്മളെല്ലാവരും നല്ല നിലയിൽ വരണം എന്നുള്ളൊരു, നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളൊരു സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കൊക്കെ ഒരുക്കി. അന്നത്തെ കാലത്തും അന്നൊക്കെ LSS കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇതായിരുന്നു. അവിടെ ഏറ്റവും ആദ്യം LSS ഞാൻ വാങ്ങി കൊടുത്തത് മറ്റേ ഗോപിയേട്ടൻ്റെ മകൾ സജിതയ്ക്കാണ്. ഞാനാണ് അന്ന് LSSകാരെ പഠിപ്പിക്കുക. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കണമെങ്കിലും വൈകുന്നേരം ഒക്കെ ഇരുന്ന് ഉച്ചയ്ക്ക് ഇരുന്ന് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. അന്ന് ഇങ്ങനെയല്ലേ ഇത് കാണാതെ പഠിക്കണം, വേറെ ചോയ്സൊന്നുമില്ല. 28 സംസ്ഥാനങ്ങളുടെ പേരും കാണാതെ പറഞ്ഞ് കേൾപ്പിക്കണം, പറഞ്ഞ് പഠിക്കണം. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് LSS പിന്നെ LSS 2ാമത്തെ പ്രാവശ്യം കിട്ടിയത് മറ്റേ വൈശ്യരുടെ മകനൊക്കെ നിസാർ. ഞാനൊരു ബാച്ചാണ്. ആണോ? ഗോപിയേട്ടന്റെ. നീ ഇവിടെ പഠിച്ചിട്ടുണ്ടോ? അല്ല, അവള് SSLC-ക്ക്. സജിതയ്ക്കാണ് അവിടെ ആദ്യം LSS കിട്ടിയത്, LSS പരീക്ഷ. പിന്നെ ആ പരീക്ഷ എഴുതാൻ കൊണ്ടാണെങ്കിലും 10ാം ക്ലാസ്സുകാരുടെ പിള്ളേരുടെ പുറത്തിലിരുത്തി വെള്ളിയഞ്ചേരി കൊണ്ടുപോയി. അന്ന് അവിടെ മാഷുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് 4 മണി വിട്ട് കഴിഞ്ഞിട്ടും പഠിപ്പിച്ച് LSS ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്.
കലാമേളയും പ്രവൃത്തി പരിചയവും കലാമേള പ്രവൃത്തി പരിചയമൊക്കെ അന്ന് അന്നുണ്ട്. എത്ര ഇത്ര ഇല്ലല്ലോ. ഏപ്പുകാട് സ്കൂളാണ് പ്രവൃത്തി പരിചയത്തിൽ. അന്ന് മാനുമാഷാണ് മാനു വന്നത്. പിന്നെയാണ് മാനു ഏത് വർഷമാണ്? 89 89 മാനു വന്നു തുടങ്ങി. പിന്നെ ശാസ്ത്രമേളയിലൊക്കെ കാരണം ഒരു ആൺകുട്ടികളില്ലല്ലോ കൊണ്ടുപോകാനും കൊണ്ടുപോകാനും. സ്പോർട്സിനൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടോ ഞാൻ. പിന്നെ ദുർഗാദേവി, വത്സല, ദുർഗാദേവി 2 വർഷം ഹൈസ്കൂളിൽ പോയപ്പോഴാണ് വത്സല വന്നത്. അങ്ങനെ ഞങ്ങൾ സ്പോർട്സിനൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികളെ കഥ പറയുന്നൊക്കെ ഇതിനൊക്കെ മത്സരത്തിന് നമ്മളെ ഷാജു മാഷും മറ്റേ കുന്നത്തുള്ള മാഷ് ഉണ്ടല്ലോ. ഇപ്പം മാഷുണ്ടല്ലോ ക്രിസ്ത്യാനി ടീച്ചർ അവനൊക്കെ കഥ പറയുന്നത് വാങ്ങിയിട്ടുണ്ട്. ഷൈജി അവന്റെ ചേട്ടൻ ഷാജു അവരൊക്കെ ഞാനാ കഥ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അന്ന് പെരുന്തവണ്ണയാണ് സബ് ജില്ല. സബ് ജില്ലയിൽ പെരുന്തവണ്ണ സബ് ജില്ലയുടെ ഒന്നിച്ച് 101 സ്കൂളാണ് അന്നല്ല. അങ്ങനെയാണ് 95-ലാണ് ഈ മലയാളം സബ് ജില്ല ഉണ്ടായത്. അതിന് മുമ്പ് പെരുന്തവണ്ണ. പിന്നെ ഈ 104 സ്കൂളിൽ നിന്നും വന്നിട്ട് കഥ പറഞ്ഞിട്ടാണ് ഷാജുവിന് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഷാജിയുടെ മൂത്തത് ഷാജി. അതിനൊക്കെ ഞാൻ കഥ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ സ്പോർട്സ് യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ട്. മേഴ്സി ചേട്ടൻ്റെ ഷാജി ഉണ്ടല്ലോ, അവന് വരുന്നുണ്ട് കൊണ്ടുപോയി സ്പോർട്സിനൊക്കെ കൊണ്ടുപോയി. സ്പോർട്സ് പിന്നെ കഥ പറയല്. അതുപോലെ ജാനകി ടീച്ചർ, മാൾ ടീച്ചർ നല്ല പാട്ടൊക്കെ പഠിപ്പിക്കുകയാണ്. മാൾ ടീച്ചർ നല്ല പാട്ട്. ജാനകി ടീച്ചർ പാട്ടില്ലെങ്കിലും ജാനകി ടീച്ചർക്ക് ഈ പറഞ്ഞ മാതിരി ടീച്ചർ തല്ല് തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ടീച്ചറാണ്. ഞങ്ങളൊക്കെ ചെറുപ്പല്ലേ. ടീച്ചർ കുറച്ചുകൂടെ പ്രായത്തിലായപ്പോഴത്തേനും അവസാനമൊക്കെ ആയപ്പോൾ ഞങ്ങൾ നല്ലതൊക്കെ ആദ്യമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് എല്ലാ പിള്ളേരും. എൻ്റെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ച ഒരു പാഠം അത് മുഴുവനും പിള്ളേർക്ക് കിട്ടണം, മുഴുവൻ പിള്ളേർക്ക് കിട്ടണം എന്നുള്ളൊരു ചിന്താഗതി. ശിക്ഷ കൊടുത്തിട്ടാണോ നല്ലത്? അത് ഇപ്പോഴത്തെ ശിക്ഷ ആവശ്യത്തിന് കൊടുക്കണം. വേണ്ടടുത്ത് കൊടുക്കണം. അന്ന് ടീച്ചേഴ്സിന് പോലെ ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും? ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് 10 ദിവസമൊക്കെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇങ്ങനെ അവധിക്കാലത്തില്ല, അല്ലാതെ 10 ദിവസമൊക്കെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. പെരുന്തവണ്ണ സബ് ജില്ലയ്ക്ക് ഒന്നിച്ചുണ്ടായിരുന്നില്ലേ? DPP ഒക്കെ വന്നിട്ടാണോ? അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ട്രെയിനിങ്. അന്നൊക്കെ ഈ ഫോണ് കുറവാണല്ലോ. ഫോണില്ലല്ലോ. അപ്പൊ നമുക്ക് രക്ഷിതാക്കളോടൊക്കെ എന്തെങ്കിലും കുട്ടികളോട് പറഞ്ഞു വിടുക മാത്രമേ ഉള്ളൂ മാർഗം. കുട്ടികളോട് പറഞ്ഞു വിടുക മാത്രമേ. പിന്നെ അവര് വരിക എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കേട്ടോ മീറ്റിങ്ങുകളും പിള്ളേരോട് പറഞ്ഞു വിടുക മാത്രമേ ഉള്ളൂ മാർഗം. പങ്കാളിത്തം കുറവാണ്, വളരെ കുറവാണ്. പങ്കാളിത്തം നന്നായിട്ടുണ്ട്. വിവരം അറിയാൻ വേണ്ടി എല്ലാവരും. അന്നത്തെ രക്ഷിതാവ് എഡ്യൂക്കേറ്റഡ് അല്ല. എന്റെ കൊച്ചിന്റെ പേര് മാത്രം, അതും ചിലപ്പോ വീട്ടിലെ പേരെ വരും പറയാൻ. ഞങ്ങൾ ആകെ കഷ്ടപ്പെടും. എന്റെ കുട്ടീനെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ ഏത് ക്ലാസ്സിലാന്ന് അറിയില്ല, കുട്ടിയുടെ പേര് ശരിക്കും അറിയാം. ചിലപ്പോ വീട്ടില് കുഞ്ഞീന്നോ കുഞ്ഞുണ്ണീന്നോ ഒക്കെ ആയിരിക്കും വിളിക്കണേ. സ്കൂളിലത്തെ പേര് പറയായിരിക്കും. അപ്പൊ ചെറിയ ഒന്നോ അപ്പൊ അങ്ങനെയൊക്കെ അല്ല നമ്മള് വീട്ടിൽ വിളിക്കാം. കുഞ്ഞുട്ടീന്ന് ചെറിയ ഒന്നൊക്കെ വിളിക്കണ മാതിരി വിളിക്കുന്ന സ്കൂളിലത്തെ പേര് രക്ഷിതാക്കൾ അറിയുണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഇങ്ങനെ ക്ലാസ്സിൽ കൂടെ അവർ നോക്കി ഒന്ന് കണ്ടുപിടിക്കുമോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മളെ കുട്ടികളെ പിന്നെ തല്ലിയാലും അത് കാര്യത്തിലാണ്. പിന്നെ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കട്ട കളവ് ചെയ്ത ഒരു കൊച്ചിന്റെ കാര്യം ഞങ്ങൾ രക്ഷിതാവിനെ വിളിപ്പിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടി ചെയ്യില്ല. ഞങ്ങള് കണ്ടുപിടിച്ചിട്ടുണ്ട് ശരിക്കും, ആരാധന ഞാൻ പറയുന്നില്ല. പക്ഷെ രക്ഷിതാവ് അത് അംഗീകരിക്കാത്ത വളരെ ഒരു രക്ഷിതാവ് ഞങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ കൊച്ചൊരു ചെയ്യില്ല. അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പൈസ കട്ട് കൊണ്ടുവന്നത്. പക്ഷെ അവര് അത് സംസാരിച്ചു അന്ന് അത് നിർത്തിയെങ്കിൽ പിന്നീട് ആ കൊച്ച് കള്ളനായിട്ട് മാറിയിട്ടില്ല. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതൊന്നും നിർത്തായിരുന്നു അവർക്ക്. അപ്പൊ അത് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയില്.
ശരിക്കും നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യം രക്ഷിതാവ് രക്ഷിതാവ് പോസിറ്റീവായിട്ട് എടുക്കണം. ഇപ്പോഴും തന്നെ നമുക്ക് ചില കുട്ടികളുണ്ടല്ലോ ഒരു പിന്നോക്കം നിൽക്കുന്നത്. പിന്നെ ചില രക്ഷിതാക്കള് പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതവർ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പെരുമാറണം. കുട്ടികളോട് ആത്മാർത്ഥതയുണ്ടാവണം. കുട്ടികളെ സ്നേഹിക്കണം. അത് എല്ലാ അധ്യാപകരൊക്കെ ഏകദേശം ചെയ്യും. പക്ഷെ അതുകൊണ്ടല്ല കാര്യം. കുട്ടികൾ നമ്മളെ സ്നേഹിക്കണം. കുട്ടി സ്നേഹിക്കുന്ന അധ്യാപകനാണ് വിജയിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടിക്ക് സ്നേഹമുണ്ടോ അധ്യാപകനോട്, അതാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് ഏറ്റവും വലിയ കാര്യം. കുട്ടി സ്നേഹിക്കുന്ന അധ്യാപകനായിരിക്കും. പിന്നെ കുട്ടികളെ നമ്മൾ നാളത്തെ ഒരു തലമുറ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. ഫയൽ നോക്കണ പോലെ വലിയ ജോലി നിർത്താനും പറ്റില്ല. നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. അവരെ വീട്ടിലേക്കാൾ കൂടുതൽ സമയം ഇപ്പോൾ നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അവരെ നമുക്ക് നല്ല നിലയിൽ നന്മ ചെയ്യാനും തെറ്റ് ചെയ്യാതിരിക്കാൻ, തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ കഴിയുന്ന അത്ര നന്മ ചെയ്യാൻ, സമൂഹത്തിലേക്ക് നന്മ ചെയ്യാൻ, ഇത് ജീവിക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാണ്. അതാണ് എനിക്ക് പറയാൻ. നല്ലൊരു സമൂഹത്തിൽ കുട്ടികളെ നല്ല സമൂഹത്തിൽ സമൂഹത്തിലൊരു മാന്യത കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അധ്യാപകൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ കുട്ടിയുടെയും കഴിവുകൾ കണ്ടെത്തി വികസിപ്പിച്ച് വഴികാട്ടിയാവുന്നത് ഒക്കെ അധ്യാപകൻ തന്നെ. ശരിയായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കുട്ടികളുടെ അതാണ് ഒരു അധ്യാപകരുടെ കടമ. അധ്യാപകൻ എന്ന് പറയുന്നത് വൃത്തി തൊഴിലായിട്ട് മാത്രം സ്വീകരിച്ചുകൊണ്ട് ആരും അധ്യാപകരാകും. ഇന്ന് പിന്നെ അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ആ ശമ്പളം ഇല്ല. കാരശ്ശേരിയുടെയൊക്കെ പുസ്തകം, പൊതിച്ചോറിൻ്റെ എന്ന പുസ്തകമൊക്കെ നിങ്ങൾ വായിക്കണം. എല്ലാ അധ്യാപകരും വായിച്ചിട്ടുണ്ടോ? കാരശ്ശേരിയുടെ പൊതിച്ചോറെന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കാൻ പഠിപ്പിക്കണം, കുട്ടികളെ വായിപ്പിക്കണം. ആ പുസ്തകമൊക്കെ വായിച്ചാൽ നമുക്ക്